അള്ളാഹുവിൻ്റെ അടിമകളെ, സഹോദര സഹോദരിമാരെ, പടച്ച തമ്പുരാനെ മാത്രം വഴിപ്പെട്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതല്ലാത്ത എന്തൊക്കെ തന്നെ ആര് സ്വീകരിച്ചാലും ഒരു രക്ഷയുമില്ല. അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇസ്രായിലെ 80-ാമത്തെ വചനമാണ് മുഖദ്ദിമയിൽ ഓതി വെച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയെ സൂചിപ്പിക്കുന്ന വർത്തമാനം. റസൂലിന് ഹിജറ പോകാൻ അനുമതിയൊന്നും ലഭിച്ചിട്ടില്ല, പക്ഷെ അതിനു വേണ്ടി തയ്യാറായിക്കൊള്ളുക. എന്തിന് നമ്മൾ ഹിജറ പോകണമെന്ന് ഈ ആയത്തിലൂടെ വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രവാചകരെ പ്രാർത്ഥിച്ചു കൊള്ളുക. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ. പ്രവാചകരെ പ്രാർത്ഥിച്ചു കൊള്ളുക, ഞാൻ എവിടെ എത്തിപ്പെട്ടാലും അവിടം ഭദ്രമായിരിക്കണം. എവിടെ നിന്ന് പുറപ്പെട്ടാലും അവിടെയും ഒരു കുഴപ്പങ്ങളും ഉണ്ടാകാൻ പാടില്ല. വജഅല്ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. ഭദ്രമായ, വളരെ സുരക്ഷിതമായ അധികാര ശക്തി എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് റസൂലിനോട് പ്രാർത്ഥിച്ചു കൊള്ളുവാൻ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിപ്പോൾ പുതിയ ഹിജറ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നാളെയാണ് ഹിജറ 1 എന്ന് പറയുന്നു. ഇനി ഇന്നാണെന്ന് പറയുന്നവരുണ്ട്, ഇന്നലെയാണ് എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും നമ്മൾ ഹിജറ വർഷത്തിൻ്റെ പ്രാരംഭത്തിലാണ് ഉള്ളത്. ഒരു പുതിയ ഇസ്ലാമിക കലണ്ടർ അനുസരിച്ചിട്ടുള്ള ഒരു പുതിയ വർഷമാണ് ഹിജറ വർഷം എന്ന് പറയുന്നത്. അതിലെ ആദ്യത്തെ മാസം മുഹറം മാസം. ഈ ഹിജറ വർഷവും മുഹറം മാസവും രണ്ട് പ്രവാചക അനുഭവങ്ങളെ, ചരിത്രങ്ങളെ ഉൾക്കൊള്ളുകയും അനുസ്മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹിജറ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്ന് വളരെ ആസൂത്രിതമായിക്കൊണ്ട് ഒരു ഉന്നതമായ ലക്ഷ്യം വെച്ചുകൊണ്ട് മക്കയിൽ നിന്ന് പുറപ്പെട്ട് മദീനയിലേക്കുള്ള അതിഗംഭീരമായ പ്രവേശനമാണ് ഹിജറ എന്ന് പറയുന്നത്. ഈ ഹിജറ നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. മുഹറം എന്ന് പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് ആ ഭീകര ഭരണാധികാരിയിൽ നിന്ന് അള്ളാഹു ചെങ്കടൽ പിളർത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തിയ മാസമാണ് മുഹറം മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഒരു മാസത്തിൻ്റെ തുടക്കമാണ്, മറ്റൊന്ന് ഒരു വർഷ ആരംഭത്തിൻ്റെ പേരാണ്. ഇവ രണ്ടും പരസ്പരം സമന്വയിച്ചത് ഈ രണ്ട് പോരാട്ടങ്ങളുടെയും വിമോചനപരമായ ഐക്യദാർഢ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹിജറ വർഷം എന്ന് പേര് കൊടുത്തതും അതുപോലെ തന്നെ മുഹറം മാസം എന്ന് ആ വർഷത്തിൻ്റെ ആദ്യത്തെ മാസത്തിന് പേര് കൊടുത്തതും. ചരിത്രത്തിൽ വേറെയും ഒരുപാട് ഹിജറകൾ നടന്നിട്ടുണ്ട്. അതിൽ തന്നെ പലതും നടന്നിട്ടുള്ളത് മുഹറം മാസത്തിലാണ്. ഇപ്പോൾ ഹസ്രത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ കപ്പൽ യാത്ര ആ മഹാപ്രളയത്തെ തുടർന്ന് ആരംഭിച്ചതും അത് ചെന്ന് എത്തി നിൽക്കുന്നതൊക്കെ മുഹറം മാസത്തിലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തെ നമ്മൾ ഒരു ഇസ്ലാമികമായ ഒരു മാനദണ്ഡത്തിൽ നമ്മൾ പറയുമ്പോൾ അത് ഒരു ആദർശ വിമോചനത്തെക്കാൾ ഒരു ഗോത്ര സമൂഹത്തിൻ്റെ നാഗരികവും മനുഷ്യവംശാവലിയുടെ വർധനവും അതിൻ്റെ വളർച്ചയും വികാസവുമൊക്കെ ആയിട്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തെ നമ്മളൊക്കെ വിലയിരുത്തി പോരാറുള്ളത്. നേരെ മറിച്ച് ഒരു ആദർശ സമൂഹം നിലവിൽ വരുന്നത് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ ചരിത്രം ഒരു ഹിജറയെ കൂടി അനുസ്മരിക്കുന്നുണ്ട്. ദുൽഹജ്ജ് മാസത്തോട് ചേർന്ന് ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ഒരു വർഷത്തിൻ്റെ അവസാന മാസം വരുന്നത് ദുൽഹജ്ജ് മാസമാണ്. ഒരു
വർഷത്തിൻ്റെ ആദ്യത്തെ മാസം വരുന്നത് മുഹറം മാസമാണ്. ഇവ തമ്മിലുമുണ്ട് ഒരു പരസ്പരമുള്ള ഒരു ചേർച്ച. എന്താണെന്നറിയോ നിങ്ങൾക്കത്? ഒന്നുമില്ലാത്ത ഒരു മരുപ്രദേശത്തേക്ക് ഇറാഖിലെ ശിർക്കൻ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം യാത്ര പുറപ്പെട്ടിട്ട് ഒന്നുമില്ലാത്ത ഒരു മക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വന്നിട്ട് അവിടെ ഒരു ഇസ്ലാമികമായ ഒരു കേന്ദ്രം, തൗഹീദിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ആരും ആൾപ്പാർപ്പില്ലാത്തിടത്ത് ഒരു ആദർശ കേന്ദ്രത്തെ അടിസ്ഥാനമാക്കി ഒരു ആദർശ സമൂഹത്തെ, ഉമ്മത്തുൻ മുസ്ലിമയെ വാർത്തെടുക്കുകയാണ്. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ ഒരു ആദർശാധിഷ്ഠിതമായ ഒരു പ്രത്യേകമായൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ആദർശ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇറങ്ങിപ്പുറപ്പെട്ട, എന്നിട്ട് ആ മനുഷ്യ വിമോചനത്തിൻ്റെ ദൈവിക പാത വെട്ടി തുറന്ന ആദ്യത്തെ ഹിജ്റ എന്ന് പറയുന്നത് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മക്കയിലേക്കുള്ള ഹിജ്റയാണ്. അവിടെ ഒരു തൗഹീദിപരമായ കേന്ദ്രം വന്നു, ഒരു ഉമ്മത്തുൻ മുസ്ലിമ വന്നു. അവിടുന്ന് വീണ്ടും എന്താണ്, റസൂലുള്ള പ്രവാചക പരമ്പരയുടെ 4000 വർഷങ്ങളുടെ അവസാനം ഒരു പ്രവാചക പരമ്പര അവസാനിക്കുകയാണ്. അവിടുന്ന് ആ മക്കയിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഹിജ്റ മക്കയിലേക്കാണ്, അവസാനത്തെ ഹിജ്റ മക്കയിൽ നിന്നാണ്. ഏതൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കയിൽ എത്തിയത്, അവിടെ നിന്ന് അങ്ങോട്ട് ആ തൗഹീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മക്കയിൽ തൗഹീദ് വേരൂന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയെങ്കിലും പേടിച്ചിട്ട് അതല്ലെങ്കിൽ അക്രം ഭയന്നുകൊണ്ട് ആട്ടി ഓടിച്ചപ്പോൾ ഓടിപ്പോയതല്ല ഹിജ്റ. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ദൗത്യമാണോ ഏൽപ്പിച്ചത്, എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വിഷമതകളെയും മറികടന്നുകൊണ്ട് ആ ദൗത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പൂർത്തീകരിച്ചു. അവിടെ ഇസ്ലാമിനെ കുറിച്ചറിയാത്ത, തൗഹീദ് അറിയാത്ത ഒരു കുഞ്ഞുപോലും ഉണ്ടായിരുന്നില്ല. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യമെന്ന് എല്ലാവരും അറിഞ്ഞു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ശിർക്കൻ ജാഹിലിയ വ്യവസ്ഥ നിലനിന്നിടത്ത് ആരാണ് അല്ലാഹു എന്നും അവൻ ഏകനാണ് എന്നും അവന് തുല്യനില്ല എന്നും എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു. എന്നല്ല ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അവിടുത്തെ കുഫറും ശിർക്കും ഇസ്ലാമും തൗഹീദും തമ്മിൽ പൊരുത്തപ്പെടുകയില്ല എന്ന് യാതൊരുവിധ കോംപ്രമൈസിനും സാധ്യമല്ലാത്ത വണ്ണം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ ഞാനും ഇബാദത്ത് ചെയ്യുകയില്ല. ലക്കും ദീനക്കും വലിയ ദീൻ. രണ്ടും രണ്ടായിട്ട് തന്നെ വേർപെട്ടു നിന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഇസ്ലാമാകുന്ന തൗഹീദാകുന്ന ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ബഹുദൈവ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകാം. അവിടെ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്തവണ്ണം ഇസ്ലാം അവിടെ വേരൂന്നി. ഇനി ആ ഇസ്ലാമില്ലാത്ത മറ്റു പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ജീവിത സന്ദേശം ജനങ്ങൾക്കറിയേണ്ടതുണ്ട്. അതിന് പറ്റുന്ന ഒരു ഇടം വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അതിന് പറ്റുന്ന ഒരു ഇടം അല്ലാഹു പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ പോകാൻ തയ്യാറായി. ഇനി ഒരു ഹിജ്റയില്ല. ഹിജ്റ വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദമുണ്ടെങ്കിലേ ഹിജ്റ നടക്കൂ. ഇനി പ്രവാചകന്മാരില്ലാത്തത് കൊണ്ട് എന്തില്ല? ഹിജ്റയില്ല. പക്ഷെ ആ ഹിജ്റയുടെ പാഠങ്ങൾ, ജീവിത പാഠങ്ങൾ
അന്ന് തൊട്ട് ഇന്ന് വരെ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു ചാക്രികത കണക്കെ മുഹറമിൽ നിന്ന് തുടങ്ങി ദുൽഹജ്ജ് അവസാനിക്കുന്നു. ആ ഹിജ്റയുടെ ചരിത്രം ഹസ്രത്ത് ഇബ്രാഹിമിൽ നിന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മൂസാ നബി അലൈഹി ഇസ്ലാമക്കും ഇടയിൽ ആ ഒരു നീണ്ട ജീവിത കാലയളവിൽ ഒരിക്കലും ഹിജ്റ അവസാനിക്കുന്നില്ല എന്നുള്ളത് മനുഷ്യ വിമോചനത്തിന്റെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് വഴിയൊരുക്കി തരുമെന്ന് ചരിത്രത്തിന്റെ ദീർഘദശാസന്ധികളിൽ അന്ന് തൊട്ടിന്ന് വരെ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കാലം മുതൽ ഇന്നുള്ള നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ട് വരെ ആ ഹിജ്റയുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇസ്ലാം ഇങ്ങനെ വളരുന്നുണ്ട്. ചിലപ്പോൾ തളർന്നു പോകും, ചിലപ്പോൾ വരണ്ടു പോകും, ചിലപ്പോൾ അത് വീണ്ടും തളർക്കും. ഇങ്ങനെ മാറി മാറി പുഷ്പിക്കുകയും വാടുകയും വീണ്ടും തളർന്നുകൊണ്ടും ഇസ്ലാം ഇങ്ങനെ തലമുറകളിലൂടെ ഇസ്ലാമിന്റെ വിമോചനത്തിന്റെ സന്ദേശം മനുഷ്യരാശിക്ക് കൈമാറി പോരുന്നു എന്നതാണ് ഹിജ്റയുടെ ഏറ്റവും വലിയ കാലികമായ പ്രസക്തി. നിങ്ങളൊന്ന് എടുത്തു നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ മാത്രം എടുത്ത് പരിശോധിച്ചു നോക്കുക. മദീനത്ത് റസൂൽ അവിടെ വന്നിട്ട് അതിൻ്റെ ഏറ്റവും ഇസ്ലാമിൻ്റെ ഏറ്റവും ശോഭനമായ സുന്ദരമായ സ്വഭാവത്തിൽ ആളുകൾക്ക് ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ വിമോചനം ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല. അവിടെ തൗഹീദ് എന്ന് പറയുമ്പോൾ കുറച്ച് ബഹുദൈവങ്ങളെ വെച്ചുകൊണ്ട് കൃത്രിമത്വ വിഗ്രഹങ്ങളെ പൂജിക്കുന്നിടത്ത് ഏകനായ ഒന്നും കാണാത്ത ഒരു മിഥ്യയിൽ ഒരു മായയിൽ നിന്നുകൊണ്ട് വിഗ്രഹങ്ങളില്ലാത്ത ഒരു അള്ളാഹു എന്ന് പറയുന്ന ഏതോ ഒരു ദൈവസങ്കല്പത്തിലെ വഴിപാടോ പൂജയോ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ സാംസ്കാരികമായി മനുഷ്യൻ വളർന്നു. ആരാധനാ മേഖലകളിൽ അവന്റെ സാംസ്കാരിക മേഖലകളിൽ പരസ്പരം പകയുടെയും ശത്രുതയിൽ നിന്നുകൊണ്ടും മനുഷ്യൻ ഒന്നാണ് എന്ന മനുഷ്യ സമത്വത്തിന്റെ മനുഷ്യ ഏകത്വത്തിന്റെ അക്രമവും പിടിച്ചു പറയും സാമ്പത്തികമായ ചൂഷണവും നടന്നിടത്ത്, സാമ്പത്തികമായ ചിട്ടയുടെ സ്ത്രീകൾ സുരക്ഷിതമല്ലാത്തിടത്ത്, അതിക്രമിക്കപ്പെട്ടിരുന്നിടത്ത്, അടിമയാക്കപ്പെട്ടിടത്ത് സ്ത്രീയുടെ ഔന്നത്യത്തെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ അശോഭനമായൊരു ജീവിത അനുഭവം മനുഷ്യന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഖുലഫാഇ റാഷിദുകളുടെ ആ ഒരു വളരെ മഹത്തായ റസൂലിനെ പിൻപറ്റിക്കൊണ്ടുള്ള കാലം, തുടർന്നങ്ങോട്ട് ഖിലാഫത്തിന് ശേഷം രാജവാഴ്ചകൾ വന്നു. അവിടെ അതിൻ്റെ പല മേഖലകളിലും ഖിലാഫത്തിൽ നിന്ന് രാജവാഴ്ചയിലേക്ക് മാറിയതിൻ്റെതായ പ്രശ്നങ്ങളിലൂടെ കുറച്ച് മങ്ങലേറ്റു. വീണ്ടും ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ വീണ്ടും അത് അതിൻ്റെ പൂർവ്വ പ്രതാപത്തോടു കൂടി കടന്നു വരുന്നു. പിന്നെയും അത് മങ്ങലേൽക്കുന്നു. എങ്കിൽ പോലും ഇന്ത്യയിൽ പോലും ഇവിടത്തെ ഭരിച്ച സുൽത്താൻമാരിലൂടെ ഇസ്ലാമിന്റെ നല്ല നല്ല മൂല്യങ്ങൾ അനുഭവിക്കുവാൻ സാധ്യമായി എന്നത് വീണ്ടും ഇന്ന് ഇസ്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹിജ്റയുടെ പാഠങ്ങളിൽ നിന്നാണ്. എന്താണ് മനുഷ്യന് ഹിജ്റ നൽകുന്ന സവിശേഷത? എന്താണ് ഹിജ്റ നൽകുന്ന അനുഭവം? മനുഷ്യന് പുതിയ പ്രതീക്ഷ, വിമോചനത്തിന്റെ പുതിയ പ്രതീക്ഷ ഇസ്ലാമിന് മാത്രമേ മനുഷ്യന് നൽകാൻ സാധിക്കൂ എന്നാണ് ഹിജ്റ നൽകുന്ന ജീവിത സന്ദേശം. മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടി ഒരുപാട് മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്നില്ലേ? അതിന്റെ ജന്മനാട്ടിൽ തന്നെ അത് കടപുഴകി വീണു. ഒരു അനാഥ പ്രേതങ്ങളൊക്കെ ഇന്നും മനുഷ്യനിർമ്മിത വിമോചന പ്രസ്ഥാനങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അതൊരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മുതലാളിത്തത്തെ എടുത്ത് പരിശോധിച്ചു നോക്കൂ, നിങ്ങൾ കമ്മ്യൂണിസത്തെ എടുത്ത് പരിശോധിച്ചു നോക്കൂ.
നിങ്ങൾ ലിബറലിസത്തെ എടുത്ത് പരിശോധിച്ചു നോക്കൂ, സാമ്രാജ്യത്വത്തെയും സൈനിസത്തെയും എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇവയെല്ലാം തന്നെ മനുഷ്യന്റെ ജീവിതത്തിന്റെ സുഗമമായ യാത്രക്ക്, സ്വസ്ഥവും സമാധാനവുമുള്ള യാത്രക്ക് വിലങ്ങതടിയായി മാറി എന്നത് അല്ല, മനുഷ്യന്റെ വിമോചനത്തിന്റെ, സമാധാനത്തിന്റെ ജീവിത സന്ദേശമായ ഇസ്ലാമിന് പോലും വിലങ്ങുതടികൾ, വഴിതടസ്സങ്ങൾ ഉണ്ടാക്കുക എന്നതിനപ്പുറം വേറൊന്നും ചെയ്യാൻ കഴിയാത്തവണ്ണം മനുഷ്യൻ ഉപദ്രവകരമായി മാറുകയാണ് എല്ലാ ഇസങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മനുഷ്യന്റെ, ദാഹിക്കുന്ന മനുഷ്യന്, അത്താണിയില്ലാതെ അഭയം തേടി അന്വേഷിക്കുന്ന മനുഷ്യന്റെ ഒരു വിമോചനമായിക്കൊണ്ട് ഇസ്ലാം കടന്നു വരുന്നുവെങ്കിൽ, ലോകത്ത് ഇന്ന് ഇസ്ലാം ചർച്ചയായി മാറുന്നുവെങ്കിൽ, അല്ലെ, ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എത്രയെത്ര യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, എത്രയെത്ര കുപ്രചരണങ്ങളിലെ തീവ്രവാദമാണ് ഇസ്ലാം, ഇസ്ലാം ഭീകരവാദമാണ്, ഇസ്ലാം ജിഹാദാണ്, ഇസ്ലാം പിന്തിരിപ്പനാണ്, പുരോഗമന മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത 6-ാം നൂറ്റാണ്ടിലെ ഏതോ ഒരു അറബികൾക്ക് തന്നെ കാടന്മാരായി ജീവിച്ച അറബികളുടെ സംസ്കാരമാണ് ഇസ്ലാം. ആരാണ് ഇതൊക്കെ പറയുന്നത്? ഇവിടുത്തെ പരിഷ്കൃതരെന്ന് പറയുന്ന മനുഷ്യ പ്രസ്ഥാനങ്ങൾ വിലങ്ങുതടികൾ സൃഷ്ടിക്കുമ്പോഴും അവകളെയെല്ലാം മറികടന്നുകൊണ്ട് ഇസ്ലാം ലോകത്ത് ചർച്ചയാകുന്ന ഇസ്ലാമിന്റെ ആ കരുത്തുണ്ടല്ലോ, വിമോചനപരമായ കരുത്ത്, ഹിജ്റയുടെ പാഠങ്ങളാണ്, ഹിജ്റയുടെ അനുഭവങ്ങളാണ്. നിങ്ങൾ ഏറ്റവും ഒടുവിൽ ഗസയെയും ഇറാനിനെയും എടുത്ത് പരിശോധിച്ചു നോക്കൂ. അതിന്റെ രാഷ്ട്രീയപരമായ കാരണങ്ങളെ എല്ലാം നിങ്ങൾ മാറ്റിവെക്കുക. അങ്ങനെയും ഉണ്ടല്ലോ ഒന്ന്. ഒരുപക്ഷെ ഇവിടുത്തെ സാമ്രാജ്യത്വ സൈനിസ്റ്റ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും ഫലഭൂയിഷ്ടമായ പാലസ്തീൻ പ്രദേശത്തെ അല്ലെങ്കിൽ സമ്പുഷ്ടമായ ഇറാനിനെ കൊള്ളയടിച്ച് ഇല്ലാതെയാക്കുക, അവയുടെ ഫലഭൂയിഷ്ടമായ മുതലുകൾ കൈക്കലാക്കുക, കൊള്ളയടിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട് എന്നതോടൊപ്പം തന്നെ, എന്ന രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ മൗലികമായ അടിത്തറ ഇളക്കുന്ന, അതിന്റെ സമ്പൽ ഘടനയെ ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇല്ലേ? എല്ലാം ഞങ്ങളുടെ കൈപ്പിടിയിലാണെന്നാണല്ലോ ഇവിടുത്തെ സാമ്രാജ്യത്വ സൈനിസ്റ്റ് ശക്തികൾ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾ കുരിശുദ്ധം മുതലുള്ള ചരിത്രം നിങ്ങളുടെ എടുത്തു നോക്കിയേ. നമ്മുടെ ഖുദ്സിന്റെ വിമോചനവുമായി ബന്ധപ്പെട്ട് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം, ഇതൊക്കെ സമയത്തിന്റെ പരിധിയിൽ നിന്ന് വിശദാംശങ്ങൾ ഒഴിവാക്കുക. എല്ലാതും തന്നെ ബോസ്നിയയിൽ നടന്ന യുദ്ധങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഇറാഖില്, അഫ്ഗാനില്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഇസ്ലാമിനെതിരിൽ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് നേരെ നടന്ന മുഴുവൻ യുദ്ധങ്ങളും കടന്നാക്രമണങ്ങളുടെയും അടിത്തറ ഇസ്ലാമിന്റെ മൗലികമായ അടിത്തറ ഇല്ലാതെയാക്കലായിരുന്നു, ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തലായിരുന്നു. അവസാനം ഇപ്പൊ നിങ്ങൾ എത്തി നിൽക്കുന്ന ഗസ തന്നെ തകർന്നില്ലേ? ഒരു കെട്ടിടം പോലും അവശേഷിക്കാത്ത വണ്ണം ഗസ തകർന്നു, പാലസ്തീൻ ഇല്ലാതെയായി. രാഷ്ട്രീയ കാരണങ്ങൾ മാറ്റിവെക്കുക. ഇവിടുത്തെ ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇറാഖിലേക്കും കടന്നാക്രമണം നടത്തി. എന്തിനാണ് ഇസ്ലാമിനെ ഇല്ലാതെയാക്കുക? ഇറാൻ എന്ന് പറയുന്ന മതരാഷ്ട്രത്തിൽ, തീവ്ര ഇസ്ലാമിക മതരാഷ്ട്രത്തിൽ മനുഷ്യരെ ഉന്മൂലനം ചെയ്യുന്ന ആയുധ ശേഖരം ഉണ്ട് എന്നാണ് കാരണം. അതുകൊണ്ട് ഇറാൻ ഇല്ലാതെയാകണം. പാലസ്തീൻ തീവ്രവാദമാണ്, ഇസ്ലാമിക ടെററിസ്റ്റുകൾ ഹമാസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഹമാസ് ഇല്ലാതെയാകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലോകത്ത് ഇപ്പോൾ വെറുക്കുന്ന, ജനം വെറുക്കുന്ന രാഷ്ട്രീയം ഏതാ? ലോകത്ത് ജനങ്ങൾ ഏറ്റവും വെറുക്കുന്ന രാഷ്ട്രീയം ഏതാ? സൈനിസമാണ്, സാമ്രാജ്യത്വമാണ്. ഏത് രാഷ്ട്രത്തെയാണ് ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾക്ക് ഇസ്രായേലിനെ വെറുപ്പാണ്, ജനങ്ങൾക്ക് അമേരിക്കയെ വെറുപ്പാണ്.
ഏത് രാഷ്ട്രീയ നേതാക്കളെയാണ് ജനം വെറുത്തുകൊണ്ടിരിക്കുന്നത്? നെതന്യാഹുവിനെ, ട്രംപിനെയാണ് വെറുത്തുകൊണ്ടിരിക്കുന്നത്. അവർ ഒരു ശക്തിയെ അല്ല എന്നതായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെയാണല്ലേ അവരിവിടുത്തെ ലോകത്തെ ഏറ്റവും അതിനൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇല അനങ്ങുന്ന ഒരു കരടങ്ങാനം അവരുടെ ഭൂമിയിൽ പതിച്ചാൽ തങ്ങൾ അറിയുമെന്ന് അഹങ്കരിച്ചിരുന്നവർ ഭയവിഹ്വലരായിട്ട് മാറി. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ദുരിബത്ത് അലൈഹിമുൽ ദില്ല, അവർ നിന്ദിതരായിട്ട് മാറി. ദുരിബത്ത് അലൈഹിമുൽ മസ്കന, അവർ അധമന്മാരായി മാറി. ഇവിടുത്തെ ഏറ്റവും വലിയ യുദ്ധവെറിയന്മാർ, ചോരക്കൊതിയന്മാർ, തീവ്രവാദികൾ. എന്താ മക്കളെ തീവ്രവാദി എന്ന് പറഞ്ഞാൽ? നിങ്ങളൊന്ന് പറയും, നിങ്ങളുടെ മനസ്സിൽ വരുന്ന തീവ്രവാദിയുടെ ചിത്രം എന്താ? മക്കൾ നിങ്ങൾ അഭിപ്രായം പറയും. മക്കൾ നിങ്ങളും ഇത് ശ്രദ്ധിക്കണോട്ടോ, അവിടെ കളിച്ചുകൊണ്ടിരിക്കരുത്. ഉടനെ അവരുടെ മനസ്സിലൊരു മുഖം തെളി, ഒരു താടിയൊക്കെ വെച്ച്, ഒരു തലയെക്കെട്ടൊക്കെ കെട്ടി, കയ്യിലൊരു വാളൊക്കെ വെച്ച്, അല്ലേ? ഒരു മുസ്ലിം ചിത്രമാണ് തീവ്രവാദിയുടെയും ഭീകരവാദിയുടെയും കോലമെന്ന് ഇവിടത്തെ സാമ്രാജ്യത്തെ സൈനിസ്റ്റ് ശക്തികൾ നമ്മുടെ കൊച്ചുമക്കളിലടക്കം ഇഞ്ചക്ട് ചെയ്ത് വെച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആരാണ് ഇവിടുത്തെ തീവ്രവാദി? നല്ല ക്ലീൻ ഷേവ് ചെയ്ത്, ടൈ കെട്ടി, കോട്ടിട്ട്, ഇവിടുത്തെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള, എല്ലാവിധ സാങ്കേതിക വിദഗ്ധവും കൈമുതലുള്ള, ഇവിടുത്തെ പരിഷ്കാരി എന്ന് പറയുന്ന, ഇവിടുത്തെ രക്ഷകരെന്ന് പറയുന്ന, മനുഷ്യരുടെ രക്ഷകരെന്ന് പറയുന്ന സാമ്രാജ്യത്വവും സൈനിസവുമല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ? ഹിജറ നൽകുന്ന സന്ദേശം, മുസ്ലിം രാജ്യങ്ങൾക്ക്, അറബ് രാജ്യങ്ങൾക്ക് നൽകുന്ന ഹിജറയുടെ സന്ദേശം, വിമോചനത്തിന്റെ സന്ദേശം, നിങ്ങൾ ഭയപ്പെട്ട് പേടിച്ചു നിൽക്കുകയാണോ? അല്ലയോ അറബ് തമ്പുരാക്കന്മാരെ, നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെട്ടില്ലേ? നിങ്ങൾ നിങ്ങളുടെ തല അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾ കൊണ്ട് അടയറു വച്ചിരിക്കുന്ന രക്ഷക പരിവേഷമുള്ള രാഷ്ട്രങ്ങൾ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇറാന്റെ കടന്നാക്രമണത്തോടു കൂടി നെതന്യാഹു കരയാണ്. ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വെമ്പി പറയൂലേ, എൻ്റെ മോന്റെ കല്യാണം മുടങ്ങിയില്ലേ? ആരും ഈ പറയണത്? ഇറാൻകാരനെ എൻ്റെ മോന്റെ കല്യാണം മുടങ്ങിയെന്നും പറഞ്ഞ് വിഷമിക്കുകയാണ്. ആര്? ഒരു ലോകത്തിലെ ഏറ്റവും വലിയ അധികാരമുള്ള, ഞാനാണ് ലോകത്തിന്റെ റബ്ബ് എന്ന് പണ്ട് അഹങ്കരിച്ച ഫിർഔനിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന നെതന്യാഹു പറയുകയാണ്, ഈ ഒമ്മാര് കാരണം എൻ്റെ മോന്റെ കല്യാണം മുടങ്ങിയതാ, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേന്ന് കൈനീട്ടുകയാണ് ട്രംപും നെതന്യാഹുവും ചേർന്ന്. നിങ്ങൾ ഈ വാട്സപ്പിലൊക്കെ ചില ഇത് കണ്ടില്ലേ, ചില പരസ്യങ്ങളും ഫോട്ടോകളൊക്കെ കണ്ടില്ലേ? കോട്ടും ടൈയൊക്കെ ഇട്ടിട്ട് ഇപ്പോ ഇസ്രായേലിൽ നിന്നൊക്കെ ജനം ഓടുകയാണ്. അവർക്ക് ധൈര്യമില്ല അവിടെ പിടിച്ചു നിൽക്കാൻ. അവർ അവിടെ ഒന്നുമല്ലാതെയായിരിക്കും. കൊള്ളയടിച്ച് കട്ടെടുത്ത ഭൂമിയിൽ നിന്ന് നിലനിൽക്കാനാകാതെ പേടിച്ചോടുകയാണ്. അവർ അണ്ടർഗ്രൗണ്ടുകളിലാണ് അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്, ബങ്കറുകളിലാണ് അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ ഭൂമിയിൽ സ്വസ്ഥമായി നിൽക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ നേരെ തിരിച്ച് ഇപ്പുറത്ത് ഗസയുടെ ഒരു ആ തകർന്നടിഞ്ഞ ഒന്നുമല്ലാത്ത ഗസ, തകർന്നടിഞ്ഞ ശ്മശാനമോഹമായ ഗസയിൽ വെറും കല്ലുണ്ടല്ലോ, ഇങ്ങനെ മതിൽക്കെട്ട് പോലത്തെ കല്ല്. ആ കല്ലിൽ ഈ അടുത്ത് ഞാൻ കണ്ടൊരു വാട്സപ്പാ, ഒരു കൊച്ചു ബാലൻ കാലൊക്കെ കയറ്റിയിരുന്ന മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം ഭൂമിയിൽ അഭിമാനത്തോട്, അത് തകർന്നടിഞ്ഞാൽ പോലും അഭിമാനത്തോടുകൂടി സ്വന്തം ഭൂമിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് അഭിമാനബോധം ഗസയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ സ്വാധീനിക്കുന്നുവെങ്കിൽ ജനം ഈ കരുത്ത് എവിടുന്ന് കിട്ടി?
ഇത്ര വലിയ കൈമുതലുണ്ടായിട്ട് എല്ലാം തങ്ങളുടേതെന്ന് പറഞ്ഞിട്ടും ഭയപ്പെട്ട് അവർ ഓടാൻ, അവർ ഭയവിഹ്വലരായി ലോകത്തോട് രക്ഷിക്കണമേ എന്ന് പറയാൻ അവർക്ക് കാരണമായെങ്കിൽ ലോകം ഇന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ കാണുന്നതെല്ലാം വെറും മിഥ്യയാണ് എന്ന്, വെറും കപടമായ വഞ്ചനയിൽ പൊതിഞ്ഞ വെറും മിഥ്യയാണ് ഈ കാണുന്ന ലോക സാമ്രാജ്യത്തെ ശക്തികളെന്ന്. അല്ല, നമ്മൾ മാറ്റി നിർത്തിയ ഗസയും ഇറാനെയും മുന്നിൽ വെച്ചുകൊണ്ട് വിമോചനത്തിന്റെ പുതിയ രീതിശാസ്ത്രം ജനങ്ങൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഇസ്രായേലിൽ എന്തെങ്കിലും ആഘോഷമുണ്ടോ? അവർക്ക് ഭൂമിക്ക് പുറത്ത് ഉപരിഭാഗത്ത് വരാൻ തന്നെ ഭയമാണ്. എല്ലാവരും ബങ്കറിലാണ്, അടിയിലാണ്, ഒരാളും പുറത്തില്ല. എത്ര സമാധാനത്തോട് കൂടിയിട്ടാണ് പെരുന്നാൾ ആഘോഷിച്ചത്. ആര്? ഗസയിലെ നിവാസികൾ. എവിടെ നിന്നാണ് ഈ സമാധാനത്തിന്റെ മനസ്സ്? ഒന്നുമില്ലായ്മയിൽ പട്ടിണിക്കിടെ തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്റെ 9 മക്കളും പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ടും അല്പം പോലും കൂസാവാതെ മുന്നോട്ട് പോകാനുള്ള ഈ കരുത്ത് ഇസ്ലാമിന്റെ വിമോചനപരതയാണ്. ഇറാനിന്റെ പ്രസിഡന്റ് പറഞ്ഞില്ലേ, ഈ അടുത്ത് ഗാമിനി പറഞ്ഞില്ലേ, എന്താണ്, നിങ്ങൾ എന്നെ പിടിച്ചിട്ട് തടവറയിലിട്ടാല് അത് എനിക്ക് ഏകാന്തവാസമാണ്, നിങ്ങൾ എന്നെ നാട് കടത്തിയാൽ അതെനിക്ക് ഹിജ്റയാണ്, നിങ്ങൾ എന്നെ പട്ടിണിക്കിട്ടാൽ അതെനിക്ക് വ്രതമാണ്, നോമ്പാണ്, ഇനി നിങ്ങൾ എന്നെ കൊന്നൂന്ന് വെക്കുക അതെനിക്ക് രക്തസാക്ഷ്യമാണ്. വിമോചന പോരാട്ടങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. കാലത്തിന്റെ ചാക്രികതകളിൽ വർഷത്തിന്റെ മാസങ്ങളുടെ ഓരോ കടന്നുപോക്കിലും അന്ന് തൊട്ട് 4000 വർഷം മുതൽ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ഏതൊരാദർശ പ്രസ്ഥാനത്തിന് വിത്തുപാകാനാണോ ശിർക്കൻ ജാഹിലിയ അധർമ്മ പൗരോഹിത്യ വ്യവസ്ഥയെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇറാഖിൽ നിന്നുകൊണ്ട് മക്കയിൽ വന്നത്, അവിടെ നിന്ന് വ്യാപിച്ചത്, അവിടെ നിന്ന് പ്രസരണം ചെയ്യപ്പെട്ട ഇസ്ലാം ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹിജ്റയുടെ പ്രസക്തി എന്ന് പറയുന്നത്. തന്റെ ആദർശത്തിന് വേണ്ടി എല്ലാം കൈയൊഴിഞ്ഞുകൊണ്ട്, തന്റെ ആദർശത്തിന് വേണ്ടി തന്റെ ജീവനാണോ, തന്റെ സ്വത്താണോ, തന്റെ സമ്പത്താണോ, എല്ലാം തന്നെ അടിയറവ് വെച്ചുകൊണ്ട് ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ, പ്രവർത്തിക്കാൻ, അല്ല മരിക്കാൻ, രക്തസാക്ഷിത്വത്തിന് വരെ. ഇതാണ് ഗസയും ഇറാനും നമുക്ക് പകർന്നു നൽകുന്ന പാഠം. പുതിയ അറബ് തമ്പുരാക്കന്മാർ, നിങ്ങൾക്ക് നാണമില്ലേ? ശൈഖുമാരായി ഇനിയും ഇവരുടെ ഇതിൽ നമ്മൾ തലവെച്ചു ചതിയിൽ, കെണിയിൽ, ട്രാപ്പിൽ തലവെച്ചു കൊടുക്കണോ? നിങ്ങൾ ഉണരൂ, നിങ്ങൾ ഇറങ്ങൂ, നിങ്ങളുടെ പിതാവായ ആദർശ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങൂ. എന്നിട്ട് നിങ്ങൾ ലോകത്തിന് വിമോചനത്തിന്റെ പുതിയ രീതിശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കൂ. നിങ്ങളെ ഭയപ്പെടുത്താൻ ആരുമില്ല, നിങ്ങളെ തടയാൻ പോലും ആരുമില്ല, ആവില്ല. നിങ്ങളുടെ രക്ഷകരും സംരക്ഷകരും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഈ സൈനിസവും സാമ്രാജ്യത്വവും ഉണ്ടല്ലോ, ആവില്ല നിങ്ങൾക്ക്. സാന്ദർഭികമായി ഒരു ചരിത്രപരമായ കാരണം കൂടെ പറയുന്നുണ്ട്. ഈ അറബ് രാജ്യങ്ങളൊക്കെ രൂപപ്പെടുന്ന ഒരു പഴയ കാലമുണ്ടല്ലോ, 2ാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന കാലം. അന്നാണ് ഈ ആലു സൂദും അറബ് രാജ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്, സൗദി അറേബ്യയൊക്കെ ഉണ്ടാകുന്നത്. അന്ന് 2 ചേരിയാണല്ലോ. അന്നത്തെ ബ്രിട്ടന്റെ സാമ്രാജ്യത്തെ ചേരിയുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് അധികാരം നൽകാം. അങ്ങനെയാണ് സൗദി അറേബ്യയൊക്കെ ഉണ്ടായത്. സൗദി അറേബ്യ ഉണ്ടാക്കി കൊടുത്തത് ആരാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കണേ? റസൂൽ ഉണ്ടാക്കി ഒരു സമ്പ്രദായമാണോ? അല്ല. ഈ സൗദി അറേബ്യ നമ്മൾ ഇന്ന് ഈ കോലത്തിൽ കാണുന്നത് 1917 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിന്ന് പാലസ്തീനെതിരെ നിന്നാൽ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്?
പാലസ്തീൻ ഞങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങൾ അധീനപ്പെടുത്താനുള്ള പോരാട്ടത്തിൽ ഹിജാസിൽ അറബികളായ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്കൊരു രാജ്യം തരാം. ഇനി പ്രവിശാലമായി കാണുന്ന ആലു രാജ്യം ആലു സുഊദിന് അങ്ങനെ ലഭിച്ചതാണ്. ആ യുദ്ധത്തിൽ ബ്രിട്ടൻ ജയിക്കുന്നു. കരാറടിസ്ഥാനത്തിൽ സൗദി അറേബ്യ അങ്ങനെ ഉണ്ടായതാണ്. പിന്നെ ഇവർക്ക് ഇവരുടെ അടുത്ത് നിന്ന് ഊരിപ്പോരാൻ കഴിയോ? മാറ്റി നിർത്തി ഇറങ്ങിപ്പോരാനുള്ള തന്റെ ഇടം നിങ്ങളുടെ മുൻതലമുറക്കാർ, മൂസയുടെ പിന്മുറക്കാർ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്മുറക്കാർ അല്ല, നിങ്ങളുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പിന്മുറക്കാരെ, നിങ്ങൾ ഭയപ്പാടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിങ്ങൾ ഇറങ്ങൂ. ജനത്തിന് ഒരു അത്താണി ആവശ്യമാണ്. ഇസ്ലാമാകുന്ന ദാഹജലം ഇവിടത്തെ സാമ്രാജ്യത്തെ സൈനിസ്റ്റ് ചൂഷണങ്ങൾക്ക് അടിപ്പെട്ട മനുഷ്യൻ ആവശ്യമായിരിക്കെ സുഖലോലുപന്മാരായി നിങ്ങൾ ഇനിയും അവരുടെ ടാപ്പിൽ അടിയറവ് വെച്ചിരിക്കുകയാണോ എന്നാണ് ലോകജനം ചോദിക്കുന്നത്. ആരാണ്? നിങ്ങൾ കണ്ടില്ലേ? പാലസ്തീനിന് അല്ല, ഗസക്കും ഇറാനിനൊക്കെ വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാരാ? മുസ്ലിം രാജ്യങ്ങളാണോ? അല്ല, അവരൊന്നും വേണ്ടിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇസ്രായേലിലെ കടന്നാക്രമണം തെറ്റായി പോയി എന്നാണ് സൗദി അറേബ്യ വിലപിച്ചത്. മുസ്ലിമേതര രാഷ്ട്രങ്ങളിൽ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളുടെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ, അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. മര്യാദ കാണിക്കണം. ആര്? ട്രംപ്, അമേരിക്ക മര്യാദ കാണിക്കണം. നെതന്യാഹു, ഇസ്രായേൽ മര്യാദ കാണിക്കണം. നിർത്തൂ യുദ്ധം, ഇവർക്കെതിരെയുള്ള യുദ്ധം നിർത്തൂ എന്നാണ് പറയുന്നത്. ഇന്ന് ഇസ്ലാം ഒരു അന്വേഷണമാണ്. ഇസ്ലാം ഇന്ന് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി, അങ്ങനെയാണല്ലോ ലോകത്ത് ഇസ്ലാം, ഈ യുദ്ധങ്ങളൊക്കെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് അറിയാനും ഇസ്ലാമിന്റെ മൊത്തം അതിന്റെ രാഷ്ട്രീയപരവും യുദ്ധപരവുമായ നിയമങ്ങളൊക്കെ മനസ്സിലാക്കാൻ ജനങ്ങൾ വെമ്പൽ കൊള്ളുകയും ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാവുകയും ചെയ്യുന്നു എന്നത് ഈ ഒരു പുതുപ്പിറവിയിൽ, ഹിജ്റയുടെ പിറവിയിൽ, ഈ മുഹറം മാസത്തിലെ സന്തോഷമായി നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങൾ ഇസ്ലാമിനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ നിർത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ കൊച്ചുമക്കളടക്കം നമ്മുടെ കൂട്ടത്തിൽ പലവിധ യോഗ്യതയുള്ളവരുണ്ട്. നിങ്ങൾ ഇസ്ലാമിലെ ഹിജ്റ നൽകുന്ന വിമോചന പരത, പ്രതീക്ഷ, മുഹറം നൽകുന്ന ജീവിത സന്ദേശം, ഇസ്ലാമിലെ ജിഹാദ്, ഇതൊക്കെ ഒന്ന് പഠിക്കണം. അത് ജനങ്ങളുടെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു വിമോചനം, ഇസ്ലാമിയുടെ ലോകത്തിന് വിമോചനം ലഭിക്കുന്ന വരും നാളുകൾ ഇതാ പുലരാൻ പോവുകയാണ്. ഇതൊക്കെ എല്ലാം പഴയതെല്ലാം തകർന്നടിഞ്ഞാല് പുതിയതൊന്നും അവിടെ നാമ്പിടുകയുള്ളൂ. അതിൻ്റെ ലക്ഷണങ്ങളാണ്, അതിൻ്റെ തകർച്ചകളും അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പുമാണ് ഈ വരാൻ പോകുന്നത്. നമുക്ക് കാത്തിരിക്കാം. ലോകം ഇസ്ലാമിനെ ശ്രദ്ധയോടുകൂടി നിൽക്കുമ്പോൾ അതിൻ്റെ വക്താക്കൾ എന്ന നിലയിൽ നമ്മൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. അവർക്ക് ആശ്വാസവും അവർക്ക് പ്രതീക്ഷയും അവർക്ക് മാതൃകയുള്ളവരുമായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ അതിനെ നമുക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അപ്പുറം പടച്ച തമ്പുരാനെ, നിന്റെ വെളിച്ചം, നിന്റെ നൂറ്, നിന്റെ ഇസ്ലാം ഈ ലോകത്തിന് അനുഭവിക്കുവാനുള്ള തൗഫീക്ക് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂറുർ റഹീം.